കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു നല്ല സിനിമ കാണാൻ പറ്റിയത്. ജിതിൻ കെ ജോസിൻ്റെ കളങ്കാവൽ. അടിപൊളി സിനിമ. മമ്മൂട്ടിയും വിനായകനും തകർത്താടിയ സിനിമ. തീപ്പൊരി അഭിനയം അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെ എന്താ ആൾക്കാരെ കൊല്ലാമോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഫിലിം, അടിപൊളി ഫിലിം. നമ്മൾ ആദ്യം തൊട്ടേ ഒരു എക്സൈറ്റ്മെൻറ്റ്, എന്താണ് സംഭവിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, കാണേണ്ട സിനിമ. ഇത് സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ഒരാളുടെ ട്രൂ സ്റ്റോറിയാണ്. നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യം എനിക്ക് പറയാൻ അറിയത്തില്ല, എൻ്റെ മക്കൾ പറയുന്നതായിരിക്കും. സച്ചിൻ ദിയ അവരാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഓക്കെ ഞങ്ങൾ ഇന്ന് കലങ്കാവൽ സിനിമ പോയി കണ്ടു. എങ്ങനെയുണ്ടായി ദിയ? എനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി ഭയങ്കര സട്ടിലായിട്ടാണ്, നമുക്ക് എന്നുവെച്ചാൽ പേടി വരും, കാണുമ്പോൾ പേടി വരും. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടി വരും. നമുക്ക് നോക്കുമ്പോൾ അത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വിനായകൻ വിനായകന്റെ വേറൊരു ഒത്തിരി ഇഷ്ടപ്പെട്ടു വിനായകന്. ഞാൻ വിനായകന്റെ പടം ഇങ്ങനെ വേറെ രീതിയിലൊക്കെ നമ്മൾ വിനായകന്റെ പടം കണ്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇന്ന് അടിപൊളി, ആ സൂപ്പർ അഭിനയം, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ വിനായകന്റെ സ്റ്റോറിയും നല്ല എന്താ പറയുക, നല്ല സ്റ്റോറി. ആക്ച്വലി ഇത് ട്രൂ സ്റ്റോറിയാണ്, ബട്ട് അത് അവര് കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. ബട്ട് കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല പടം. പിന്നെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ സൗണ്ട് ട്രാക്ക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ആക്ച്വലി അത് കുറച്ച് അപ്ലിഫ്റ്റിംഗ് ആണ് മ്യൂസിക്. പിന്നെ ട്വിസ്റ്റുകൾ ഉണ്ട്. ഇന്റർവ്യൂവിന് ശേഷം മുമ്പും ശേഷമുണ്ട്. മുമ്പും ശേഷമുണ്ട് ട്വിസ്റ്റിന്റെ. നമ്മള് പോകുന്നത്, ഈ ഫസ്റ്റ് ഹാഫ് പോകുന്നത് അറിയത്തേ ഇല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് അത് ഇന്റർമിഷൻ വന്നതുപോലെ തോന്നി. പെട്ടെന്നാണ് വരുന്നത്, നമുക്ക് ഇങ്ങനെ എക്സൈറ്റഡ് ആണ് എന്താ സംഭവിക്കുന്നത്. അല്ലായിരുന്നു. പിന്നെ കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ, അത് കൊള്ളാം. കുറെ സ്ത്രീകളെ ഉൾപ്പെടുത്തി, അതും കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇന്റർമിഷന് മമ്മൂക്കായിരുന്ന ഒരു നൈസായിരുന്നു. അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത ഒരു സീനാണ് അവിടെ. വേണ്ട, അത് സ്പോയിലർ ആവും. അത് പറഞ്ഞാൽ അത് സ്പോയിൽ ആവും. ഇന്റർവെല്ലില് മമ്മൂക്കയുടെ റീ എൻട്രി ഒരു സീനുണ്ട്, അതും ഭയങ്കര. വിനായകൻ സത്യം പറഞ്ഞ കൊണ്ടുപോയി. വിനായകൻ ആക്ടിങ് ആക്ച്വലി ഇത് മമ്മൂട്ടിയുടെ റോള് വിനായകന്റെ റോള് മമ്മൂട്ടിക്കായിരുന്നു ഇത് പറഞ്ഞിരുന്നത്. പക്ഷെ മമ്മൂക്ക പറഞ്ഞു എനിക്കത് ചെയ്യണ്ട, എനിക്ക് ആ പന്ന റോള് മതി എന്ന് പറഞ്ഞു. പന്ന റോളെന്നല്ല ഉദ്ദേശിച്ചത്, ബട്ട് നെഗറ്റീവ് റോള് മതി എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ആക്ച്വലി വിനായകന് ആ പോലീസ് റോള് നന്നായിട്ട് ചെയ്തു. മറ്റേത് വന്നെങ്കിൽ പുള്ളിക്കാരന്റെ ആ സ്വതവേ ഉള്ള ഒരു ഭാവം വന്നേനം അല്ലേ. ആദ്യത്തെ മറ്റേ ഈ മമ്മൂട്ടിയുടെ റോള് വിനായകൻ ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയാലോ പുള്ളിക്കാരെ ഏത് തലത്തിലോട്ടൊക്കെ പോകുന്ന, അങ്ങനെ വന്നത്. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. എനിക്കിപ്പോഴും ആ ഒരു ത്രില്ലിലിരിക്കുകയാണ് വിനായകന്റെ. സൂപ്പർ. എല്ലാരും പോയി കാണുക, നല്ല മൂവിയായിരുന്നു. ആക്ച്വലി നമുക്ക് അങ്ങനെ ലാഗ് ഒന്നും അടിച്ചില്ല. നമുക്ക് ചിലവര് നമ്മൾ റിവ്യൂ കണ്ടായിരുന്നു, ലാഗൊക്കെ അടിക്കുന്നുണ്ടാന്ന് പറഞ്ഞു. പക്ഷെ വലിയ വലിയ യൂട്യൂബേഴ്സ് വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് വെരി ഗുഡ്, എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തി എന്താവും എന്നുള്ള ഒരു. അതെ അതെ. പിന്നെ ലോങ് ആയിരുന്നു, കുറച്ച് തോന്നിയില്ല. എൻഗേജ്ഡ് ആയിരുന്നു, നമ്മള് മച്ച് എൻഗേജ്ഡ് ആയിരുന്നു. അല്ല, മമ്മൂട്ടി പറയുന്ന മുമ്പ് വിനായകന്റെ സബ്റ്റിൽ
സബ്റ്റിൽ പെർഫോമൻസ് ആണ് ആക്ച്വലി. ഉം. അങ്ങനെ അതല്ല, വലിയ ഒരു കാര്യം പറ്റേ, വിനായകൻ നമ്മളെ ഇപ്പൊ ചില പോലീസ് ഓഫീസേഴ്സിനെ കണ്ടിട്ടില്ല, അവർ ഓവറായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ വിനായകൻ കറക്റ്റ് ആ പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അങ്ങേര് ആ കേസ് അന്വേഷിക്കാൻ പോകും, അങ്ങേർക്ക് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അങ്ങേർക്ക് അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അല്ലാതെ ചില സമയത്ത് ഓവർ ഡ്രമാറ്റിക് ഓവർ എക്സ്പ്രഷൻ ഇട്ടുന്നില്ല. അങ്ങേര് അതുപോലെ ഈ വിനായകന് പോലീസ് ഓഫീസർ അല്ല, പുള്ളി വലിയ ഓഫീസറാണ്. അപ്പം വീട്ടിൽ ചെന്നിരിക്കുന്ന ഒരു രംഗമുണ്ട്, ഒരു കയ്യിലേക്ക് ശരിക്കല്ല, അങ്ങനെ തന്നെയാണ് എല്ലാരും. അല്ലാതെ എപ്പോഴും ഇങ്ങനെ പാവം അല്ല, അങ്ങനൊന്നും ആരും ഇരിക്കത്തില്ല, അതൊക്കെ റിയലാണ്. അങ്ങേര് ഇപ്പൊ ഒരു സുപ്പീരിയർ ആളെടുത്ത് സംസാരിക്കുക, അപ്പൊ അങ്ങേര് അങ്ങടെ കണ്ണി നോക്കി തന്നെ ഒരു ഒരു ബഹുമാനം അങ്ങയുടെ ഫേസിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ സീനിലും അങ്ങനെ കേസ് അന്വേഷിക്കാൻ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ്, അങ്ങേർക്ക് ഇത് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു അങ്ങേർക്കുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിനിമ കഴിഞ്ഞപ്പോ എല്ലാരും കൈയടിച്ച് അപ്പം അത് ആക്ച്വലി മമ്മൂട്ടി ആക്ച്വലി ആ കൈയടി വിനായകനാണോ അതോ ആർക്കാണ് ആ കൈയടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി 2 പേർക്കും കൈയടി ഉണ്ട്, വിനായകനും ഉണ്ട്, മമ്മൂട്ടിക്കും ഉണ്ട്. പക്ഷെ മമ്മൂക്ക സ്ക്രീനിൽ വരുമ്പോ അതുപോലെ മമ്മൂട്ടിയാണെങ്കിൽ മറ്റേ കൊല്ലമ്പ പുള്ളിയുടെ ഓരോ പെണ്ണുങ്ങളെ കൊല്ലമ്പം ഒരു ഫേസിൽ വരുന്നൊരു ഭാവമില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ആസ്വദിച്ച് ചെയ്യുന്ന ഒരു സാധനം, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. ആ മുഖത്ത് ആ ഒരു ഭാവമൊക്കെ വരാൻ ഭയങ്കര പ്രയാസമല്ലേ, കാരണം ഒരു ക്രൂരതയല്ല മുഖത്ത് വരണ്ട. പക്ഷെ അപ്പൊ ആ ഒരു ഭാവം അടിപൊളിയാണ്. അപ്പൊ എല്ലാരും പോയി കാണണേ, നല്ല സിനിമ. എല്ലാരും പോയി കാണണം. സീരിയൽ കില്ലർ, ഒരു ഇന്ത്യൻ സീരിയൽ കില്ലർ എങ്ങനായിരുന്നു ഫേമസ് ആയിട്ടുള്ള നമുക്കത് കണ്ടതിൽ കാണാൻ പറ്റും. അത് ഫുള്ളി ഒറിജിനൽ സ്റ്റോറി അല്ല, ഒറിജിനൽ ഇതായിട്ട് ഇതില്ലെങ്കിൽ പോലും ഇറ്റ്സ് വർത്ത് വാച്ചിങ്. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.